ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഒരാഴ്ചയായിട്ട് കഠിനമായ ജലദോഷം മൂലം വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല. ആ സമയത്ത് ഞാൻ കുറേ റിസർച്ചുകൾ നടത്തി. അപ്പോൾ അതൊരു വീഡിയോ സീരീസ് ആയിട്ട് വരുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ലൈക്ക് അടിക്കാൻ മടിയുള്ളവർ ഒന്ന് ലൈക്കും കൂടി അടിച്ചോളൂ, മടിയില്ലാത്തവരും അടിച്ചോളൂ. ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിന് ഡൈവേഴ്സിഫിക്കേഷൻ വലിയ താല്പര്യമില്ല. അപ്പം അങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സിന് ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ്. നമുക്കിതാ ഈ ഒരു കോളത്തിലേക്ക് വരാം. ഈ ഭാഗങ്ങളിൽ കാണുന്നത് കുറച്ച് മ്യൂച്വൽ ഫണ്ട്സാണ്. ഈ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, ഇത് ഗ്ലോബൽ മ്യൂച്വൽ ഫണ്ട്സാണ്. ഈ ഒരു ഭാഗത്ത് കാണുന്നത് ഈ മ്യൂച്വൽ ഫണ്ട്സ് തന്നിട്ടുള്ള റിട്ടേൺസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഇയർ റിട്ടേൺ 81% തന്നിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുണ്ട്, 30% തന്നിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുണ്ട്, 40% തന്നിട്ടുള്ളതും 69% തന്നിട്ടുള്ളതുമായ മ്യൂച്വൽ ഫണ്ട്സ് നമുക്കിവിടെ കാണാൻ പറ്റും. എന്നാൽ ഒട്ടുമിക്ക ഇന്ത്യക്കാരുടെയും പോർട്ട്ഫോളിയോയിൽ ഈ മ്യൂച്വൽ ഫണ്ടുകളില്ല. അതുകൊണ്ടാണ് അവരുടെ പോർട്ട്ഫോളിയോ വളരെ ലോസിലേക്ക് പോയിട്ടുള്ളത്. ഒന്നെങ്കിൽ ലോസ് അല്ലെങ്കിൽ റിട്ടേൺ കുറവ്, അത്രയേ ഉള്ളൂ. ലോസ് സാധ്യത കുറവാണ്, നേരത്തെ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ലോസിനുള്ള സാധ്യത കുറവാണ്, പക്ഷേ റിട്ടേൺ കുറവായിരിക്കും. ഈ ഒരു വീഡിയോ കഴിഞ്ഞ വർഷം ചെയ്തിരുന്നെങ്കിൽ കൂടുതൽ നന്നായേനെ. പക്ഷേ കഴിഞ്ഞ വർഷം ചെയ്താൽ ഒരുപക്ഷെ ഇത്രയും ഒരു സ്വീകാര്യത ലഭിക്കില്ല. കാരണം ഞാൻ തന്നെ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറയും നമ്മുടെ ഇന്ത്യയാണ് ഒരു എമർജിങ് മാർക്കറ്റ്, ഇവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് പറയും. അത് ഒരു 90% ആൾക്കാരും അങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഗ്ലോബൽ ഫണ്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു 10% അലോക്കേഷൻ കൊടുത്താൽ മതി, ആ ഒരു രീതിയിലാണ് ആളുകൾ സംസാരിക്കുക. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റ് ഈ ഒരു വർഷം റിട്ടേൺ തന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അടുത്ത വർഷങ്ങളിൽ മാസീവ് റിട്ടേൺ ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന്. കാരണം സ്റ്റിൽ ഇന്ത്യൻ മാർക്കറ്റ് എമർജിങ് മാർക്കറ്റ് തന്നെയാണ്. എന്നാൽ എല്ലാ മാർക്കറ്റിലും സംഭവിക്കുന്ന പോലെ ഇന്ത്യൻ മാർക്കറ്റിലും ഒരു കറക്ഷൻ സംഭവിച്ചു, സൈഡ് വേസ് മാർക്കറ്റായിട്ട് മൂവ് ചെയ്യുന്നു. ഉടനെ അത് തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ബജറ്റോടുകൂടി Q3 റിസൾട്ടും ബജറ്റും വരുമ്പോൾ അത് തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർന്നാലും ഇല്ലെങ്കിലും നമ്മുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ വീഡിയോ കാണുന്ന മിക്കവരുടെയും പോർട്ട്ഫോളിയോയിൽ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട്സ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ കുറച്ച് പൈസ മറ്റുള്ള ഗ്ലോബൽ മ്യൂച്വൽ ഫണ്ട്സിലേക്ക് മാറ്റുന്നത് നന്നായിരിക്കും. ഘട്ടം ഘട്ടമായിട്ട് മതി. ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് വിറ്റിട്ടല്ല മാറ്റേണ്ടത്, മറിച്ച് അത് അവിടെ കീപ്പ് ചെയ്തുകൊണ്ടാണ് മാറ്റേണ്ടത്. അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. ഞാൻ അതിൻ്റെ ഒരു സ്റ്റഡി നടത്തി ഫയൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ നിഫ്റ്റി, അതായത് നിഫ്റ്റി 50 10%, 9 10 ഓക്കെ 8 9 കൂട്ട്, അത്രയും ശതമാനം ഈ വർഷം റിട്ടേൺ തന്നിട്ടുണ്ട്. എന്നാൽ നെക്സ്റ്റ് 50ലേക്ക് വരികയാണെങ്കിൽ അത് 2% താഴെയാണ്. എൻ്റെ കയ്യിൽ നെഫ്റ്റ് 50യിലുള്ള ഫണ്ടുകളുണ്ട്, നിഫ്റ്റി 50യിലുള്ള ഫണ്ടുകൾ ഇല്ല. മിക്കവരുടെ അവസ്ഥയാണ് നിഫ്റ്റി 50യിലുള്ള ഫണ്ടുകൾ, അതായത് നിഫ്റ്റി 50 എന്ന് പറയുന്ന ഇൻഡെക്സ് തന്നിരിക്കുന്ന റിട്ടേൺ ആണ് അറൗണ്ട് 9%. അത് മിക്കവരുടെയും പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവില്ല. എന്നാൽ ബ്ലൂ ചിപ്പ് കമ്പനികളുടെ മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ടാവും. അത് എത്രത്തോളം റിട്ടേൺ തന്നു എന്ന് നോക്കണം. എന്നാൽ അതിനേക്കഴിഞ്ഞും കൂടുതൽ റിട്ടേൺ തന്നിട്ടുള്ള ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അതും നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാനിവിടെ സ്റ്റഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ സൗണ്ട് പോയതുകൊണ്ടാണ്, അതായത് കോൾഡൊക്കെ പിടിച്ചിട്ട് സൗണ്ട് പോയതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത്. ഇന്നാണൊന്ന് തല പൊക്കിയത്, കുറച്ച് ഒച്ചയെങ്കിലും വന്നത്. എന്നാൽ നമ്മുടെ ക്ലയൻസിന് ഞാൻ വാട്സപ്പിൽ കൂടെ റിപ്ലൈ കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ക്ലയൻസ് അല്ല, എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മളൊരു സ്ട്രഗിൾ ചെയ്ത് കൊടുക്കുകയാണ്. വീഡിയോ ചെയ്യാനുള്ള ഒരു ഇത് വന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ പതിഞ്ഞ് സംസാരിക്കുന്നത്. പിന്നെ ഇവിടെ വയനാടാണ്, ഭയങ്കര തണുപ്പാണ്, ഒരു രക്ഷയില്ല. 12 ഡിഗ്രിയിലേക്കൊക്കെ പോയി, 11-12 ഡിഗ്രിയിലേക്കൊക്കെ തണുപ്പ് പോയി രാത്രി കാലങ്ങളിൽ കേട്ടോ. വീണ്ടും നമുക്ക് വിഷയത്തിലേക്ക് വരാം. നെക്സ്റ്റ് 50യുടെ കാര്യം പറഞ്ഞു. സ്മോൾ ക്യാപ്പ് നെഗറ്റീവ് റിട്ടേൺ ആണ് തന്നിട്ടുള്ളത്. എൻ്റെ പോർട്ട്ഫോളിയോയിൽ സ്മോൾ ക്യാപ്പിൻ്റെ ഒരുപാട് ഫണ്ടുണ്ട്. ആദ്യകാലങ്ങളിൽ ഞാൻ അഗ്രസീവായിട്ട് സ്മോൾ ക്യാപ്പിലാണ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സ്മോൾ ക്യാപ്പ് നെഗറ്റീവ് റിട്ടേൺ ആണ് തന്നിരിക്കുന്നത് ഈ വർഷം. അതുപോലെ മിഡ് ക്യാപ്പും നെഗറ്റീവ് റിട്ടേൺ ആണ് തന്നിരിക്കുന്നത് ഈ വർഷം. ഞാൻ ഈ വർഷം കുറേ മിഡ് ക്യാപ്പ് വാങ്ങിക്കൂട്ടുകയും ചെയ്തിരുന്നു. അതൊക്കെ ചെറിയ പോസിറ്റീവിൽ, കാരണം താഴുമ്പോഴൊക്കെ മേടിക്കുന്നുണ്ട്, ചെറിയ പോസിറ്റീവിലും കാര്യങ്ങളിലുമാണ് നിൽക്കുന്നത്. പിന്നെ വളരെ താഴ്ന്ന ലെവലിൽ നിഫ്റ്റി താഴ്ന്ന ലെവലിൽ മേടിച്ചപ്പോൾ അത് അത്യാവശ്യം നല്ല പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. വലുതല്ല, ഒരു 10-15% നോക്കണം. അപ്പോൾ ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. പക്ഷേ ഞാൻ ഒരുപാട് പേരുടെ പോർട്ട്ഫോളിയോ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യം ഇതാണ്. സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും അവർക്ക് വളരെ വലിയ അലോക്കേഷൻസ് ഉണ്ട്. ലാർജ് ക്യാപ്പിൽ കുറവാണ്. ഈവൻ ലാർജ് ക്യാപ്പിലുള്ള ഫണ്ടുകളും അത്ര നല്ല പെർഫോമൻസ് ഒന്നുമല്ല. ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി 50 മാത്രമാണ് താരതമ്യ കുഴപ്പമില്ല എന്നുള്ള ഒരു പെർഫോമൻസ്. അത് വലിയ പെർഫോമൻസ് ഒന്നും അല്ല. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് കഴിഞ്ഞ വർഷം പെർഫോം ചെയ്തില്ല. ഇത് ഫ്യൂച്ചറിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു റാലി ഉണ്ടായേക്കാം, 30,000 33,000 ഒക്കെ നിഫ്റ്റി പോയേക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള ആ പോർട്ട്ഫോളിയോ വളരെ സ്ട്രിക്റ്റായിട്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ ആ റിട്ടേൺ നമുക്ക് കിട്ടുള്ളൂ. കാരണം സ്മോൾ ക്യാപ്പിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് ഒരു വർഷം 10-60% റിട്ടേൺ അത് തന്നതുകൊണ്ടാണ്. മിഡ് ക്യാപ്പും
ഇപ്പം മോട്ടിലാൽ ഓസ്വാളിൻ്റെ ഒക്കെ മിഡിക്കപ്പ് കഴിഞ്ഞ വർഷം ഞാൻ ഓർക്കുന്നുണ്ട്, ഏതോ സമയത്ത് ഞാൻ നോക്കുമ്പോൾ 60% അത് റിട്ടേൺ, അതായത് ഇയർലി 1 ഇയർ റിട്ടേൺ. അത് മാർക്കറ്റ് പീക്കിൽ നിൽക്കുമ്പോഴാണ്. അപ്പോൾ അത്രയും റിട്ടേൺ തന്നതുകൊണ്ടാണ് നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ആ സൈക്കിൾ ചേഞ്ച് ആകുന്നതുകൊണ്ടാണ് അത് ആ റിട്ടേൺ തരാത്തത്. പക്ഷേ ഇനിയും ആ റിട്ടേണിലേക്ക് അത് വരും. ആ സമയത്ത് ആ സാധനം നമ്മുടെ കയ്യിലുണ്ടാവണം. സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ഉണ്ടാവണം. അപ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴത്തേനും നമ്മുടെ പോർട്ട്ഫോളിയോ വളരെ ഒരു അഗ്രസീവ് റിട്ടേണിൽ ഇങ്ങനെ നിൽക്കും. കാരണം ഈ സെക്ടറുകൾ പഠിച്ചാലറിയാം, മാസങ്ങളോളം ചിലപ്പോൾ വർഷങ്ങളോളം, അത് വളരെ അപൂർവമാണ്, 1 വർഷം 1.5 വർഷം അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങൾ ഈ പറയുന്ന സ്മോൾ ക്യാപ്പ് പെർഫോം ചെയ്യാതെ ഇരുന്നിട്ടുണ്ട്, മിഡ് ക്യാപ്പ് പെർഫോം ചെയ്യാതെ ഇരുന്നിട്ടുണ്ട്. സ്മോൾ ക്യാപ്പിൻ്റെ കേസിൽ വരികയാണെങ്കിൽ കുറേ അധികം വർഷങ്ങളോളം, 2 വർഷമോ അങ്ങനെ, അധികം എന്ന് പറഞ്ഞാൽ അധികമില്ല, 2-3 വർഷമാണ് ഞാൻ ആ വായിച്ചതിൽ നിന്ന് മനസ്സിലായത്. ഒരു പ്രാവശ്യം കണ്ട് അങ്ങനെ പെർഫോം ചെയ്യാതെ സ്മോൾ ക്യാപ്പ് ഇരുന്നിട്ടുണ്ട്. എന്ന് വെച്ച് കയ്യിലുള്ള സ്മോൾ ക്യാപ്പ് വിൽക്കണമെന്നല്ല, വളരെ മാസീവായിട്ടുള്ള റിട്ടേൺ സ്മോൾ ക്യാപ്പ് അത് കഴിഞ്ഞിട്ട് തന്നിട്ടുമുണ്ട്. സോ ആ റിട്ടേൺ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇതാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഒരുപാട് ഫണ്ടുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഉദ്ദേശം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലുള്ള സ്റ്റോക്കുകളെല്ലാം മ്യൂച്വൽ ഫണ്ടുകൾ വിറ്റിട്ട് ഇത് വാങ്ങുക എന്നുള്ളതല്ല, മറിച്ച് അത് സ്ട്രിക്റ്റായിട്ട് സൂക്ഷിച്ചുകൊണ്ട് ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇനിയും ഇന്ത്യൻ മാർക്കറ്റിൽ ചിലപ്പോൾ ഒരു 2-3 വർഷത്തെ ബുൾ റാലിക്ക് ശേഷം കറക്ഷൻ വന്നേക്കാം. സാധാരണ അങ്ങനെയാണ് കാണാറ്. 2 വർഷം 3 വർഷത്തെ ബുൾ റാലി കഴിഞ്ഞ് കറക്ഷൻ, അങ്ങനെയാണ് കാണാറ്. ആ സമയത്ത് നമ്മുടെ പോർട്ട്ഫോളിയോ ഗ്ലോബലി മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ, മറ്റ് മാർക്കറ്റുകൾ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ, അമേരിക്ക പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ, യൂറോപ്പ് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ, ചൈന പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ, തായ്വാൻ അങ്ങനെയുള്ള മാർക്കറ്റുകൾ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോയിലും അതിൻ്റെ ഗുണം കിട്ടണം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിനെപ്പറ്റി ചിന്തിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. പ്ലസ് ഇതിൻ്റെ കൂടെ ഉള്ളത് കമ്മോഡിറ്റിയാണ്. കമ്മോഡിറ്റി മാർക്കറ്റാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ നമുക്ക് ഈ വർഷം തന്നിട്ടുള്ളത്. അത് മിക്കവരുടെയും പോർട്ട്ഫോളിയോയിൽ അതിൻ്റെ ഫണ്ടുകളുണ്ടാവും. നമ്മുടെ ക്ലയൻസിനൊക്കെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നത് സിൽവർ. അപ്പോൾ സിൽവറിൻ്റെ വീഡിയോ നമ്മൾ യൂട്യൂബിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എന്താണ് പണത്തിന് മുകളിൽ പറക്കുന്ന പരുന്തെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു കുറേ മാസങ്ങൾക്ക് മുമ്പ് സിൽവറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സിൽവറാണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിട്ടുള്ളത്. അപ്പോൾ ഗോൾഡും സിൽവറും ഒക്കെ നിങ്ങളുടെ പോർട്ട്ഫോളിയോ കാണും. അതെന്തായാലും വേണം. വില കൂടിയതുകൊണ്ട് SIP ആയിട്ട് ചെയ്യുന്നതും നന്നായിരിക്കും. കൂടുതൽ പൈസ ഉള്ളവർക്ക്, കുറച്ച് ലംസമൊക്കെ റിസ്ക് എടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അത് നോക്കി കണ്ട് ചെയ്യാം. പ്ലസ് നമുക്ക് വേണ്ടത് ഗ്ലോബൽ ഫണ്ട്സാണ്. ഗ്ലോബൽ ഫണ്ട്സ് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റിന് പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്സാണ് ഗ്ലോബൽ ഫണ്ട്സ്. നമുക്ക് വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫണ്ടാണ് ഗ്ലോബൽ ഫണ്ട്സ്. അതിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിട്ടുള്ള, ഒരു മിനിറ്റ് ഞാനൊന്ന് ഫിൽട്ടർ ചെയ്യാം, അതിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിട്ടുള്ള ഫണ്ടാണ് DSB വേൾഡ് മൈനിങ് ഓവർസീസ് ഇക്വിറ്റി ഓംനി ഫണ്ട് ഓഫ് ഫണ്ട്. അപ്പോൾ ഈ ഫണ്ടിൽ മൈനിങ് കമ്പനികളുണ്ട്. ചിലപ്പോൾ ഡെറ്റ് ഉണ്ടാവാം, ചിലപ്പോൾ ഗോൾഡ് ഓർ സിൽവർ ഉണ്ടാവാം. കാരണം ഉള്ളി മൈനിങ് കമ്പനി മാത്രമല്ല ഈ ഒരു ഫണ്ടിലുള്ളത്. എനിവേ മെയിനായിട്ടുള്ളത് മൈനിങ് കമ്പനിയാണ്. അപ്പോൾ ഈ ഒരു ഫണ്ട് നമുക്ക് കഴിഞ്ഞ വർഷം തന്നിരിക്കുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ 81%. എന്നാൽ ഒരു സങ്കടകരമായ കാര്യം, ഈ ഒരു ഫണ്ടിൽ നമുക്കിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നിറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യൻ ഗവൺമെൻറ് ഒരു റൂൾ ഇറക്കിയിട്ടുണ്ട്. പുറത്തുള്ള ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ നിന്ന് മണി പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതിന് അവരൊരു കൺട്രോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇന്ത്യ ഗവൺമെൻറ് ഒരു കൺട്രോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഫണ്ടിലേക്ക് ഇത്ര ക്യാഷേ പോകാവുള്ളൂ. അതിനുശേഷം ഫണ്ട് വരികയാണെങ്കിൽ ആ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അലോ ചെയ്യേണ്ട. അങ്ങനെ ഇപ്പോൾ അലോ ചെയ്യാത്ത ഒരു ഫണ്ടാണിത്. ഞാനിത് കഴിഞ്ഞ ദിവസം നോക്കിയായിരുന്നു ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. നേരത്തെ തന്നെ നോക്കിയായിരുന്നു ഈ ഫണ്ട് ലൈം ലൈറ്റിൽ വരുമ്പോൾ തന്നെ. പക്ഷേ അപ്പോഴും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതിന് പകരമായിട്ട് ഞാൻ വേറെ കുറച്ച് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഫണ്ടുകളൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇതിൽ ഏതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള. എല്ലാത്തിലും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഇത് നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് ഫണ്ടുകളുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ മിക്ക ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ നോക്കി തീർന്നിട്ടില്ല. ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫണ്ടുകൾ ഉണ്ടാകും. പിന്നെ നോക്കുന്നതിൻ്റെ ഒരു സംഭവമുണ്ട്. കാരണം ഈ DSBയുടെ വേൾഡ് മൈനിങ് ഓവർസീസ് ഇക്വിറ്റി ഫണ്ടിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയേക്കും. രണ്ടെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, പറ്റണമെന്നില്ല. കാരണം ഇതിൽ ആരെങ്കിലും വിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ഫണ്ടിൻ്റെ ഒരു ഔട്ട്ഫ്ലോ വരുമല്ലോ. അപ്പോൾ അങ്ങോട്ട് അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ട് അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ വിൽപ്പന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭീകര വിൽപ്പനയൊന്നും വരണ്ട, ഒരു കുറച്ച് വിൽപ്പന വന്നു കഴിഞ്ഞാൽ അവർക്ക് ഫണ്ട് സ്വീകരിക്കാൻ പറ്റും. ആ സ്വീകരിക്കാൻ പറ്റുന്ന അവസരങ്ങളിൽ നമുക്കിതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ഫണ്ടിൻ്റെ കാര്യമല്ല, എല്ലാ ഫണ്ടിൻ്റെ കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫയൽ വേണമല്ലോ. ഈ ഫയൽ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം. അപ്പോൾ ആ ചാനൽ ഇപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, നമ്മുടെ ഈ ഫയലുകൾ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളെ അവിടെ ഇടുന്നുള്ളൂ. ന്യൂസുകളും ഷെയർ ചെയ്യുക എന്ന ഉദ്ദേശമുണ്ട്. നല്ല സംഭവങ്ങളൊന്നും കണ്ടില്ല, അതുകൊണ്ടാണ് ഷെയർ ചെയ്യാത്തത്. നല്ലത് കണ്ടാലേ നമ്മളവിടെ ഇടുന്നുള്ളൂ. അപ്പോൾ ഈ ഫയൽ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് ഇത് സേവ് ചെയ്ത് വെക്കുക, ഈ ഫണ്ടുകൾ സേവ് ചെയ്ത് വെക്കുക, പഠിക്കുക. എന്നിട്ട്
ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. പല ഫണ്ടുകളും പലപ്പോഴായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പ്രാക്ടിക്കലി ചെക്ക് ചെയ്ത് നോക്കണം. 2-3 ഫണ്ടിൽ ഓൾറെഡി ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ റീസെൻ്റ്ലി ആണ് കേട്ടോ. അത് നമുക്ക് പിന്നീട് ഒരു വീഡിയോ ആയിട്ട് പറയാം. ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷമേ ഞാൻ നമ്മുടെ ക്ലയൻസിന് കൊടുക്കുകയുള്ളൂ ആ ഫണ്ട്. കാരണം അല്ലാതെ അവർ ചുമ്മാ അവരുടെ സമയം കളയണ്ടല്ലോ. കാരണം ഒരുപാട് ഫണ്ടുകൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കി. ഇപ്പോൾ 10 എണ്ണം നോക്കിയാലേ ചിലപ്പോൾ ഒരെണ്ണം കിട്ടുള്ളൂ, ചിലപ്പോൾ 20 എണ്ണം നോക്കിയാലേ ഒരെണ്ണം കിട്ടുള്ളൂ. പിന്നെ ഈ ഫണ്ടുകളെക്കുറിച്ച് പഠിക്കുകയും വേണ്ടേ. ഓക്കെ, ഇനി നമുക്ക് ഈ ഫണ്ട് ഏതൊക്കെയാണ് എന്നൊന്ന് കാണാം. മൊത്തത്തിൽ 40 ശരിക്കും 60 ഫണ്ടോളമുണ്ട് അല്ലേ. 60 അല്ലെങ്കിൽ 59 ഫണ്ട്സ് കാണും. 69 അല്ല, ചിലപ്പോൾ 58 ആയിരിക്കും കേട്ടോ. 1-2 കോളത്തിൽ കുറച്ച് റിട്ടേൺസിൻ്റെ ഇത് കിടക്കുന്നുണ്ട്. അപ്പം ഏതാണ്ട് അത്രയും ഫണ്ട്സ് ഇന്ത്യക്ക് പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇന്ത്യൻ ഫണ്ട്സാണ്. നമുക്ക് വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ നോക്കിയിരിക്കണം എന്നുള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിട്ടുള്ള ഫണ്ട് നമ്മൾ കണ്ടു. രണ്ടാമത് റിട്ടേൺ തന്നിട്ടുള്ള ഫണ്ടാണ് ICIC സ്ട്രാറ്റജിക് മെറ്റൽ ആൻഡ് എനർജി ഇക്വിറ്റി ഫണ്ട്. അപ്പോൾ ഈ ഒരു ഫണ്ട് ഓൾമോസ്റ്റ് 69.5% ഇയർലി റിട്ടേൺ തന്നിട്ടുണ്ട്. നോക്കുക, ഇവിടെ നമുക്ക് 1 മന്ത് കാണാൻ പറ്റും, അതേപോലെ 7 ഡേയ്സ് കാണാൻ പറ്റും, അതായത് ഒരാഴ്ചത്തെ റിട്ടേണും കാണാൻ പറ്റും. അപ്പോൾ ഒരു മാസത്തെ റിട്ടേൺ എന്ന് പറയുന്നത് മൈനിങ് ഫണ്ടിൽ 21%, അതുപോലെ തന്നെ മെറ്റൽ ആൻഡ് എനർജി ഇക്വിറ്റി ഫണ്ടിൽ 8% മുകളിലുമാണ്. ഇവിടെ നമുക്ക് 1 മന്ത് റിട്ടേൺ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. 13% ഇൻവെസ്കോ ഇന്ത്യയുടെ ഇൻവെസ്കോ ഗ്ലോബൽ കൺസ്യൂമർ ട്രെൻഡ്സ് ഫണ്ടിലുണ്ട്. ഈ ഫണ്ട് നമ്മുടെ ക്ലയൻസിന് ഞാൻ കൊടുത്തതായിട്ടാണ് എൻ്റെ ഓർമ്മ. അത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷേ സൈക്ലിക്കാണ്, ശ്രദ്ധിക്കുക. ഇവിടെ ഇത് നെഗറ്റീവ് റിട്ടേൺ ആണ്, അതായത് 3 മന്ത് റിട്ടേൺ എന്ന് പറയുന്നത് -9 ആണ്. സോ ഹൈലി സൈക്ലിക്കാണ്. 1 മന്ത് റിട്ടേൺ 13%, 7 ഡേയ്സ് റിട്ടേൺ 3% എബോവ് ആണ്. 1 ഇയർ റിട്ടേൺ എന്ന് പറയുന്നത് 30% ആണ്. ഓർക്കുക, പാസ്റ്റ് റിട്ടേൺ ഒരിക്കലും ഫ്യൂച്ചർ റിട്ടേൺ ഗ്യാരണ്ടി ചെയ്യുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ, മ്യൂച്വൽ ഫണ്ട് ഡിസ്ക്ലൈമർ തന്നെ അതാണ്. ഇത് പാസ്റ്റ് റിട്ടേൺ ആണ്, ഫ്യൂച്ചർ ഈ റിട്ടേൺ കിട്ടണമെന്ന് നിർബന്ധമില്ല. റിട്ടേൺ കുറയാൻ കൂടാം, അതായത് നമ്മുടെ പൈസ മൊത്തം നഷ്ടപ്പെടുമെന്നല്ല ഇതിൻ്റെ അർത്ഥം. മ്യൂച്വൽ ഫണ്ടിൽ അങ്ങനെ പൈസ നഷ്ടപ്പെടുന്ന ഒരു കമ്പനി പൂട്ടിപ്പോകുന്ന പോലെ മ്യൂച്വൽ ഫണ്ട് പൂട്ടിപ്പോകില്ല. അപ്പോൾ അങ്ങനെയല്ല അർത്ഥം. നമ്മൾ കേട്ടിട്ടില്ലേ, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ സബ്ജക്റ്റ് ടു മാർക്കറ്റ് റിസ്ക്. അതായത് മാർക്കറ്റിൻ്റെ ഉയർച്ച താഴ്ചകളനുസരിച്ച് മ്യൂച്വൽ ഫണ്ടിൻ്റെ വിലയിൽ വ്യത്യാസം വരാം. അപ്പോൾ മാർക്കറ്റ് റിസ്ക് ഉണ്ട്, പാസ്റ്റ് റിട്ടേൺ ഫ്യൂച്ചർ റിട്ടേൺ ഗ്യാരണ്ടി ചെയ്യുന്നില്ല. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് പാസ്റ്റ് റിട്ടേൺ ചെക്ക് ചെയ്യാം. ഇവിടെ 30% ഈ ഒരു ഫണ്ട് റിട്ടേൺ തന്നിട്ടുള്ളത്. 2 വർഷത്തെ റിട്ടേൺ നോക്കുക, അതും ഓൾമോസ്റ്റ് 30 പെർ ഇയർ ആണ്, CAGR ആണ്. 3 വർഷത്തെ നോക്കുക, 28.41%. 5 വർഷത്തെയും 10 വർഷത്തെയും റിട്ടേൺ ഇവിടെ കാണാത്തത് ആ ഫണ്ട് വന്നിട്ട് അത്ര ആയില്ല, അതുകൊണ്ടാണ് അവിടെ കാണാത്തത്. അപ്പം വളരെ നല്ല റിട്ടേൺ തന്നിട്ടുള്ള ഒരു ഗ്ലോബൽ കൺസ്യൂമർ ഫണ്ടാണ് ഇൻവെസ്കോ ഇന്ത്യയുടെ കൺസ്യൂമർ ഫണ്ട്. ഇങ്ങനെ 50ഓളം ഫണ്ട്സ് ഉണ്ട്. എല്ലാ ഫണ്ടും നമ്മളിവിടെ വായിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഫയൽ ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 10 വർഷത്തെ റിട്ടേൺ വരെ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ മറ്റ് റേഷ്യോസ്, വാല്യൂസ്, കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഫണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഐഡിയലായിട്ട് കിട്ടിക്കഴിഞ്ഞാലും പെട്ടെന്ന് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല, ചിലപ്പോൾ ബൈ ചാൻസ് നടക്കുകയും ചെയ്യും. അപ്പോൾ അതും നോക്കുക. പിന്നെ ഇപ്പോൾ എമേർജിങ് തീമായിട്ട് വരുന്ന ഫണ്ടുകളൊക്കെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 7 ഡേയ്സും 1 മന്തും നമ്മൾ നോട്ട് ചെയ്യുക. ഇവിടെ ഏറ്റവും കൂടുതൽ റിട്ടേൺ വരുന്ന ഫണ്ടുകൾ, ഇപ്പോൾ 7 ഡേയ്സിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ വരുന്ന ഫണ്ടുകൾ ഒരുപാട് പോസിറ്റീവ് ഉണ്ട്. ഈ ഫണ്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ആ ഫണ്ടുകളായിരിക്കും ചിലപ്പോൾ, എല്ലാ ഫണ്ടുകളും അല്ല, ഇതിലെ ചില ഫണ്ടുകളായിരിക്കും ആ ഒരു സൈക്കിളിൽ അല്ലെങ്കിൽ ആ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ തരാൻ സാധ്യതയുള്ള ഫണ്ടുകൾ. അത് പഠിക്കണം നമ്മൾ, ഉറപ്പൊന്നുമില്ല. അപ്പോൾ 7 ഡേയ്സിൽ കുറച്ച് റിസ്ക് ആയതുകൊണ്ട് 1 മന്ത് കൂടി നോക്കുക. 1 മന്തിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിട്ടുള്ള ഫണ്ടുകൾ ഏതൊക്കെയാണ്. ഇപ്പോൾ ഈ മൈനിങ് കമ്പനി അതൊക്കെ 1 ഇയർ എന്ന് പറഞ്ഞാൽ ഭീകർ റിട്ടേൺ തന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സാധനം കുറേ മാസങ്ങൾക്ക് മുമ്പ് ഈ ഫണ്ടിൽ ഇവിടെ വന്നിട്ടുണ്ടാവും. 1 മന്തിൽ തന്നെ ആ പോസിറ്റീവ് റിട്ടേൺ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ വന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ റിട്ടേൺ നമുക്കിവിടെ ആസ്വദിക്കാൻ സാധിക്കും. അപ്പോൾ 1 ഇയറിൽ അധികം റിട്ടേൺ തരാത്തതും 1 മന്തിൽ നല്ല റിട്ടേൺ തന്നിട്ടുള്ളതുമായ ഫണ്ടുകൾ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ അങ്ങനെ കുറേ ഫണ്ടുകൾ വന്നേക്കാം. അതിൽ ഏതെങ്കിലുമൊക്കെ ഫണ്ടുകൾ വളരെ വലിയ റിട്ടേൺ ഫ്യൂച്ചറിൽ തരാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാകും. കാരണം അതിൻ്റെ ജേർണി തുടങ്ങുമ്പോൾ തന്നെ ഈ 7 ഡേയ്സിലും 1 മന്തിലും അത് റിഫ്ലക്റ്റ് ചെയ്യും. അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. പ്ലസ് ഇവിടെ 3 മന്ത് ഉണ്ട്, അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ടും ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ അവിടെ ഡൈവേഴ്സിഫൈഡ് ആവും. അതാണ് ഈ 1 മന്തിൻ്റെ കോളത്തിൻ്റെ പ്രത്യേകത. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇത് കണ്ടോ, DSB ഗ്ലോബൽ ക്ലീൻ എനർജി ഓവർസീസ് ഇക്വിറ്റി ഓംനി ഫണ്ട് ഓഫ് ഫണ്ട്. 1 മന്ത് റിട്ടേൺ എന്ന് പറയുന്നത് നിയർലി 10% ആണ്. 3 മന്തും നിയർലി 10 ആണ്. 6 മന്ത് 28.17%. 1 ഇയർ റിട്ടേൺ 40%. 2 ഇയർ ആകുമ്പോൾ അവിടെ കുറയുന്നുണ്ട്, ഹൈലി സൈക്ലിക്കാണ്, 14.74%. 3 ഇയർ ആകുമ്പോൾ വീണ്ടും വളരെയധികം കുറയുന്നുണ്ട്, 13.77%. 5 ഇയർ 11.58.
ആൻഡ് 10 ഇയർ ഓൾഡ് ഫണ്ടാണ്, പഴയ ഫണ്ടാണ് 8.08. അപ്പോൾ ഇത് ഒരു ലോങ് ഇയറിൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് റിട്ടേൺ നമുക്ക് നല്ല വലിയൊരു റിട്ടേൺ തരുന്നില്ല. ഞാനിത് കഴിഞ്ഞ ദിവസം നോക്കിയിട്ട് മെല്ലെ ചവിട്ടിയൊരു ഫണ്ടാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ടും കുറേ ഫണ്ടുകൾ എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ US ടെക്നോളജി ഫണ്ട്, ഇത് ഭയങ്കരമായിട്ടുള്ള റിട്ടേൺ തന്നിട്ടുള്ള ഫണ്ടാണ്. അമേരിക്കയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഈ ഒരു ഫണ്ട് പരിഗണിക്കാവുന്നതാണ്. ഇത് ഓക്കെ, ഇതെൻ്റെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു, കുറച്ചും കണ്ടേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല, ചെക്ക് ചെയ്യണം. 1 മന്ത് റിട്ടേൺ തന്നെ 9.51%, 3 മന്ത് നെഗറ്റീവ് റിട്ടേൺ ആണ്. ഈ നെഗറ്റീവ് റിട്ടേൺ എന്ന് പറയുമ്പോൾ 20-30% ഒന്നുമല്ല, ഓൺലി 1%-ൻ്റെ അടുത്ത്. 6 മന്ത് 17 പോയിൻറ്റ് സംതിങ്, 1 ഇയർ 22, 2 ഇയർ 26, 3 ഇയർ 38.46. ഈ 38.46 എന്ന് പറയുന്നത് 3 വർഷം കൊണ്ട് കിട്ടിയ റിട്ടേൺ അല്ല. ഓരോ വർഷവും, അതായത് 3 വർഷം മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അയാൾക്ക് ഓരോ വർഷവും ഈ 38.46 ആവറേജ് റിട്ടേൺ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ എത്രയായി കാണും? ഡബിളും കഴിഞ്ഞ് ഫണ്ട് പോയി. അപ്പോൾ ഇങ്ങനെ 25% റിട്ടേൺ കിട്ടിയാൽ പോലും നമ്മുടെ ഫണ്ട് ഡബിളാവും. ഇവിടെ 38%, ഡബിളും കഴിഞ്ഞ് പോയി. പിന്നെ 5 ഇയറിൽ അത് കുറവാണ്, 12.53 ആണ്. അപ്പോൾ സൈക്ലിക്കാണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ, ഈ സ്റ്റഡിയിൽ നിന്ന് തന്നെ മനസ്സിലായല്ലോ, ഫണ്ടുകളുടെ വാല്യൂ കുറയുന്നു എന്ന് കരുതിയിട്ട് നമ്മളത് വിറ്റ് മാറേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലായില്ലേ. കാരണം 5 വർഷം മുമ്പ് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് 12.53%, അത് കോവിഡിൻ്റെ ആ ക്രാഷും, അല്ലെങ്കിൽ കോവിഡിൻ്റെ ക്രാഷ് വന്ന് പിന്നെ ഹൈയിലോ, അല്ലെങ്കിൽ കോവിഡിന് മുമ്പ് ഉള്ള ആ ഹൈയിൽ ഇൻവെസ്റ്റ് ചെയ്ത അതും കൂടെ ഇനി വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മുടെ ഫണ്ടുകൾ കൂടുതൽ താഴേക്ക് പോവുകയാണെങ്കിൽ എക്സ്ട്രാ ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ ചെയ്തിട്ട് നമുക്ക് റിട്ടേൺ കൂട്ടാവുന്നതാണ്. ഇപ്പോൾ കോവിഡിൻ്റെ വലിയ ക്രാഷ് വരുമ്പോൾ അതിൻ്റെ താഴത്ത് എവിടെയെങ്കിലും, ഏറ്റവും ബോട്ടമൊന്നും ആർക്കും കിട്ടില്ല, അപ്പോൾ താഴത്ത് എവിടെയെങ്കിലും നമ്മുടെ ഫണ്ട് വാല്യൂ നന്നായിട്ട് കുറയുമല്ലോ. അവിടെ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് മുകളിലേക്ക് മാർക്കറ്റ് പോകുമ്പോൾ നമുക്ക് വളരെ വലിയ റിട്ടേൺ ആയിരിക്കും കിട്ടുക. അപ്പോൾ അത് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, SIP ചെയ്യുന്ന ഫണ്ടിൽ 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ലംസം ചെയ്യാൻ പറ്റുമെന്ന്. ഇറ്റ് ഈസ് പോസിബിൾ, അത് ചെയ്യാൻ പറ്റും, നോ ഇഷ്യൂ. നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൂട്ടാം, കുറയ്ക്കാം, SIP ഡേറ്റ് മാറ്റാം, SIP ചെയ്യുന്നതിൽ ലംസം ചെയ്യാം, SIP ചെയ്യുന്നതിൽ STP ചെയ്യാം, അതുപോലെ തന്നെ SWP ചെയ്യാം. STPക്ക് ചെറിയൊരു ഇതുണ്ട്, എല്ലാ ഫണ്ടിലും ചെയ്യാൻ പറ്റില്ല, നോ ഇഷ്യൂ, അത് നമുക്ക് നോക്കാവുന്നതാണ്. അതിന് വേറെ സൊല്യൂഷനുണ്ട്. ആ ഫണ്ട് ഡെറ്റിലേക്ക് മാറ്റിയിട്ട് ചെയ്യാൻ പറ്റും. ഡെറ്റിൽ തന്നെ ഒരുപാട് കാറ്റഗറി ഉണ്ടല്ലോ, അപ്പോൾ അതങ്ങനെ മാറ്റിയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിലവിൽ SIP ചെയ്യുന്ന അത് ടോപ്പപ്പ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട്. ഓഫ് കോഴ്സ് വിഡ്രോ ചെയ്യാൻ പറ്റും. പലരും ചോദിക്കും, അത് വിഡ്രോ ചെയ്യാൻ പറ്റുമോ, 5 വർഷം കഴിഞ്ഞ് വിഡ്രോ ചെയ്യാൻ പറ്റുമോ? 5 വർഷം കഴിഞ്ഞെന്നല്ല, ചില ഫണ്ടുണ്ട്, ടാക്സ് സേവിങ് ഫണ്ടുണ്ട്, അപ്പോൾ അതിനൊക്കെ ലോക്കിൻ പീരീഡ് ഉണ്ട് 3 വർഷം. അത് ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫണ്ടാണ്. അല്ലാത്ത ഫണ്ടുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം, നോ ഇഷ്യൂ. നിങ്ങളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഫണ്ട് വന്നു, അടുത്ത ദിവസം നിങ്ങൾക്ക് വിൽക്കാം. അപ്പോൾ അവിടെയൊന്നും ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ഓക്കെ, നമുക്ക് വീണ്ടും തിരിച്ചു വരാം. ഇനി യൂറോപ്യൻ മാർക്കറ്റ്, ഇവിടെ നോക്കൂ, ഇൻവെസ്റ്റോ ഇന്ത്യയുടെ തന്നെ പാൻ യൂറോപ്യൻ ഇക്വിറ്റി ഫണ്ടുണ്ട്. അപ്പോൾ എനിക്കത് വളരെ ചെറിയ ക്വാണ്ടിറ്റികൾ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല കേട്ടോ, വലിയ കുഴപ്പമില്ല, നോക്കിയിട്ട് കൊള്ളാം, വലിയ കുഴപ്പമില്ല. കാരണം 1 മന്ത് റിട്ടേൺ തന്നെ 8.52 ഉണ്ട്, 3 മന്തും അതിൽ താഴെയാണ്. സോ ഓക്കെ, അതങ്ങനെയാണല്ലോ, സൈക്ലിക്കാണ്. ഓക്കെ, 6 മന്ത് 15 ഉണ്ട്, എന്നാൽ 1 ഇയർ റിട്ടേൺ 44 ഉണ്ട്. അപ്പോൾ റിട്ടേൺ കുറയുന്നു എന്ന് കരുതി വിറ്റ് ഓടുന്നവർക്ക് ഈ ഒരു ഇത് ആസ്വദിക്കാൻ പറ്റും. 1 വർഷം മുമ്പ് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് 44% റിട്ടേൺ കിട്ടുന്നുണ്ട്. 2 വർഷം ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് 16% വെച്ചാണ് കിട്ടുന്നത്, അതായത് 32, 16 + 16 32% ആണ്. അപ്പോൾ അതാണ് സൈക്ലിക്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ മ്യൂച്വൽ ഫണ്ടിലെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏറ്റവും നല്ല SIP ആണ്. ഗ്ലോബൽ ഫണ്ടിൽ എസ്പെഷ്യലി SIP ചെയ്യണം. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ പറയുന്ന റുപ്പി കോസ്റ്റ് ആവറേജ്, അതെല്ലാ ഫണ്ടിലും യൂണിവേഴ്സലാണ്. എന്നാൽ രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞതാണ്, അതായത് ഗ്ലോബൽ ഫണ്ടുകളിൽ നമുക്ക് എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. വൺസ് നമ്മളൊരു SIP സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ SIP തടസ്സമില്ലാതെ പോകും, അത് കുഴപ്പമില്ല. SIP തടസ്സമില്ലാതെ, ഇപ്പോൾ DSPയുടെ വേൾഡ് മൈനിങ് ഓവർസീസ് ഫണ്ടിൽ, ഈ ഫണ്ടിലൊക്കെ ഇപ്പോൾ SIP പോകുന്നുണ്ടാവും. ആ SIP ആയിട്ട് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല. പുതിയ SIPs അലവ് ചെയ്യില്ല, പഴയ SIP അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ ഇതിൻ്റെ ഫണ്ട് സൈസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അങ്ങനെയും സംഭവിക്കാം. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ്, മറ്റ് AMC കമ്പനികൾ അവർ ഇതേപോലത്തെ ഫണ്ട് ഇറക്കും, അപ്പോൾ അതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ആയിട്ടിരിക്കണം. അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ നല്ല റിട്ടേൺ തന്നിട്ടുള്ള ഫണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ വീഡിയോ നമുക്ക് ഉടനെ ചെയ്യാം കേട്ടോ. കാരണം ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യണം. എല്ലാവരും ചെയ്യുന്നത് ലാർജ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ്, അങ്ങനെയല്ല, നമുക്ക് അല്ലാതെ ഒരുപാട് ഫണ്ട്സ് ഉണ്ട്. അപ്പോൾ ആ ഫണ്ട്സിലേക്കും കൂടെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സിഫൈ ചെയ്യണം. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത് ചെയ്യാം. വീണ്ടും ഞാൻ SIPയുടെ കാര്യത്തിലേക്ക് വരാം. SIP ചെയ്യുമ്പം ഒരു പ്രശ്നം എന്നാന്ന് വെച്ചാൽ നമ്മൾ ചെറിയ എമൗണ്ട് വെച്ചാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഒരാൾക്ക് ഒരു ലംസം എമൗണ്ട് ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ,
ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈ ഫണ്ടിൽ ഒരു ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് ഫസ്റ്റ് അങ്ങ് ചെയ്യും. അതിനുശേഷം അതിൽ SIP ചെയ്യും. അപ്പോൾ ആ ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് വരാൻ ഒരു 3 വർക്കിംഗ് ഡേ പിടിക്കും അല്ലേ. അപ്പോൾ 3 വർക്കിംഗ് ഡേ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ SIP ചെയ്യുക. അപ്പോൾ അവിടെ വേറെ ഒരു പ്രശ്നം വന്നത്, ഈ 3 വർക്കിംഗ് ഡേ കഴിയുമ്പോൾ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും. കാരണം ഇത് ബ്ലോക്ക് ചെയ്യും. അതിനുള്ള ഒരു സൊല്യൂഷൻ, ആദ്യം 1 ടൈം ചെയ്യുക, അപ്പോൾ തന്നെ SIP ചെയ്യും. 2 ഫോളിയോ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ഇരുന്നോട്ടെ എന്ന് വെക്കുക. ചിലപ്പോൾ അവിടെ 2 ഫോളിയോ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മളൊരു ലംസം ചെയ്തു, അത് പോർട്ട്ഫോളിയോയിൽ വന്നതിന് ശേഷം SIP ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഫോളിയോ നമ്പർ അറിയാലോ. അപ്പോൾ അത് വെച്ചിട്ട് SIP ആ ഫോളിയോയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു ഫോളിയോയിൽ തന്നെ ഇതെല്ലാം കിട്ടും. പക്ഷേ അവിടെ റിസ്ക്, ചിലപ്പം 3-4 ദിവസം കഴിഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതൊരു റിസ്ക്കാണ്. സോ ഇപ്പം ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ചാൽ, ലംസം ചെയ്യുന്ന അന്ന് തന്നെ SIPയും കൂടെ ചെയ്യും. നമുക്കത് ഒരു ഫോളിയോയിൽ ഒരു ഫോളിയോ നമ്പറായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ചില കേസുകളിൽ കിട്ടാതെയും വന്നേക്കാം. കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഈ മ്യൂച്വൽ ഫണ്ടുകൾ മേർജ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. വേണമെങ്കിൽ മേർജ് ചെയ്യാൻ പറ്റും. കുറച്ച് മെനക്കെടണമെന്നേ ഉള്ളൂ. മേർജ് ചെയ്യാൻ പറ്റും. ഇത് ഇനി പറ്റിയില്ല, അതങ്ങനെ കിടന്നാലും വിൽക്കുമ്പോൾ ഒരുമിച്ച് വിറ്റാൽ പോരെ. ഒരുമിച്ച് വിൽക്കണമെന്നില്ല. അപ്പോൾ ഒരുമിച്ചും വിൽക്കാം, സെപ്പറേറ്റും വിൽക്കാം അല്ലേ. പിന്നെ മേർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതാണ് ഞാൻ കണ്ടുപിടിച്ചേക്കുന്ന സൊല്യൂഷൻ. കാരണം ഇത് വാങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വാങ്ങിക്കഴിഞ്ഞ് എങ്ങനെ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വന്നാലും അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഈ താഴത്തെ ഫണ്ടുകൾ ഒന്ന് ഓടിച്ചു വിടാം. ഇവിടെ ഈ ഫണ്ട് കണ്ടോ, ആക്സിസ് ഗ്ലോബൽ ഇക്വിറ്റി ആൽഫ ഫണ്ട്. ഇത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിട്ടുള്ള ഫണ്ടാണ്. ഇതിൽ കഴിഞ്ഞ ദിവസം ഇൻവെസ്റ്റ്മെൻറ്റ് പോസിബിൾ അല്ലായിരുന്നു. എന്നാൽ മിനിയാന്നാണെന്ന് തോന്നുന്നു, മിനിയാന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് പോസിബിളായി. ഞാൻ ഉടനെ തന്നെ ഇതിൽ SIP സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് കഴിഞ്ഞ വർഷം നമ്മളൊരു പകുതിയോടുകൂടി നമ്മുടെ ക്ലയൻസിന് കൊടുത്ത ഫണ്ട്. ഇത് നോക്കൂ, ആക്സിസ് ഗ്ലോബൽ ഇക്വിറ്റി ആൽഫ ഫണ്ട്. ഇതിൻ്റെ 1 മന്ത് റിട്ടേൺ എന്ന് പറയുന്നത് 5% ഉണ്ട്. 3 മന്ത് റിട്ടേൺ 2.5 ഉള്ളൂ. 6 മന്ത് 15% ഉണ്ട്. 1 ഇയർ 25% ഉണ്ട്. ഭയങ്കര അഗ്രസീവായിട്ട് പോകുന്ന ഫണ്ടല്ല, എന്നാലും നമ്മുടെ പോർട്ട്ഫോളിയോ മസ്റ്റായിട്ട് വേണ്ട ഫണ്ടാണ്. അന്ന് ഞാൻ ലംസം ഇൻവെസ്റ്റ്മെൻറ്റാണ് ചെയ്തത്. അത് കഴിഞ്ഞ് എനിക്ക് SIP ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇത് പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് അനുവദിച്ചില്ല. അപ്പോൾ ഈ ഇടയ്ക്ക് ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അനുവദിച്ചു. 2 ദിവസം മുമ്പ് ഞാൻ അപ്പം തന്നെ ഒരു SIP സ്റ്റാർട്ട് ചെയ്തു. ഒരു 10,000 രൂപ മന്ത്ലിയുടെ SIP സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഫണ്ടിന് പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് SIP എപ്പോൾ വേണമെങ്കിലും ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. 2-3 ഫണ്ടിൽ ഞാനിപ്പോൾ SIP ഇതേപോലെ ചെയ്തിട്ടുണ്ട്, ഗ്ലോബൽ ഫണ്ടിൽ. അപ്പോൾ നമ്മുടെ ഒരു മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിൽ ഗ്ലോബൽ ഫണ്ടുകൾ വളരെ അത്യാവശ്യമാണ്. അത് എന്തുകൊണ്ടാണ് എന്ന് ഈ വീഡിയോയിൽ വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു പക്ഷേ ഇതിൻ്റെ ആവശ്യം ചിലപ്പം അടുത്ത വർഷം നമുക്ക് വേണ്ടി വന്നില്ലായിരിക്കാം. ചിലപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് വളരെ ശക്തമായിട്ട് മുകളിലേക്ക് പോയേക്കാം. എന്നാലും ഇന്ത്യൻ മാർക്കറ്റിലും കറക്ഷൻസ് വരും. അപ്പോൾ ആ സമയത്ത് ഒരു പക്ഷേ നമ്മളെ പിടിച്ചു നിർത്തുന്നത് ഗ്ലോബൽ ഫണ്ട്സ് ആയിരിക്കും. ഇനി അൺസർട്ടനിറ്റി വന്നു എന്ന് വിചാരിച്ചു, യുദ്ധം അല്ലെങ്കിൽ കോവിഡ് പോലെയുള്ള പാൻഡമിക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുകളിലേക്ക് പോകാൻ സാധ്യതയുള്ള ഈ പറയുന്ന ഗോൾഡ്, സിൽവർ, ഇപ്പം കോപ്പർ, പ്ലാറ്റിനം അതെല്ലാം വരുന്നുണ്ട്. അതായത് കമ്മോഡിറ്റി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും പ്ലാറ്റിനവും കോപ്പറും ഒന്നും വലിയ മ്യൂച്വൽ ഫണ്ട് അവൈലബിൾ അല്ല. പക്ഷേ ഗോൾഡിനും സിൽവറിനും ഒരുപാട് മ്യൂച്വൽ ഫണ്ട്സ് അവൈലബിൾ ആണ്. ഇനി അങ്ങനെ ഒരു തീം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാറ്റിനത്തിൻ്റെ, കോപ്പറിൻ്റെ ഓൾറെഡി അത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള മ്യൂച്വൽ ഫണ്ട്സ് ഉടനെ വരും. കാരണം അവരത് നല്ല സ്റ്റഡി നടത്തിയിട്ട് വിജയിക്കാൻ സാധ്യതയുള്ള തീംസാണ് മ്യൂച്വൽ ഫണ്ടായിട്ട് കൊണ്ടുവരിക. അപ്പോൾ അത് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നാൽ മതി. അപ്പോൾ നമ്മുടെ കയ്യിൽ ഗോൾഡും സിൽവറും നിലവിലുള്ള ഇതനുസരിച്ച് ഗോൾഡും സിൽവറും അത്യാവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റഡിയും കൂടെ ഞാൻ നടത്തിയിട്ടുണ്ട്. അതും ഷെയർ ചെയ്യാം കേട്ടോ. അതൊക്കെ ഇനി വരുന്ന വീഡിയോയിൽ വരും. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഏഷ്യ പസഫിക് ഫണ്ട്സ്, അതുപോലെ തന്നെ US മാത്രമല്ല ബ്രസീൽ കാണാൻ പറ്റും. നമുക്ക് US-ൻ്റെ ഒരുപാട് ഫണ്ട്സ് ഉണ്ട് കേട്ടോ. ട്രഷറി ബോണ്ട് ഫണ്ട്സ് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ചൈന മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുണ്ട്. പിന്നെ യൂറോപ്യൻ മാർക്കറ്റ് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഗ്ലോബലി ഇൻവെസ്റ്റ് ചെയ്യുന്ന വെറൈറ്റി ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. ഇതിൽ നല്ല ഫണ്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക, ലംസമായിട്ടും SIP ആയിട്ടും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യുക. അപ്പോൾ ഏതൊരു സമയത്തും നമുക്ക് വലിയൊരു പ്രോബ്ലം ഇല്ലാതെ നമ്മുടെ പോർട്ട്ഫോളിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് എമർജിങ് മാർക്കറ്റ് തന്നെയാണ്, ഒരു സംശയമില്ല. വളരെ ഫാസ്റ്റായിട്ട് മുകളിലേക്ക് പോകാൻ പൊട്ടൻഷ്യലുള്ള മാർക്കറ്റാണ്. എന്നാൽ ആ മാർക്കറ്റിലും കറക്ഷൻസ് വരാം. US-ലൊക്കെ കണ്ടിട്ടില്ലേ, US മാർക്കറ്റ് ഈ വർഷം നന്നായിട്ട് പെർഫോം ചെയ്തു. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റ് ഇതിന് മുമ്പ് പെർഫോം ചെയ്തിരുന്ന സമയത്ത് US മാർക്കറ്റ് അതും പെർഫോം ചെയ്തിട്ടില്ല. ചെക്ക് ചെയ്താൽ അറിയാം. അവരുടെ മുകളിലാണ് നമ്മുടെ പെർഫോമൻസ് വന്നത്. അപ്പോൾ ഏതൊരു മാർക്കറ്റാണെങ്കിലും അതിൽ സൈഡ് വേസ് വരാം, കറക്ഷൻസ് വരാം. ആ സമയത്തൊക്കെ നമ്മുടെ അസറ്റ് എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ട്സ് സ്ട്രിക്റ്റായിട്ട് ഹോൾഡ് ചെയ്ത് നിന്നവർക്ക് പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അവർക്ക് തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. അതാണ് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുടെയും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെയും ഒക്കെ പൊട്ടൻഷ്യൽ. കുറേ ഇൻഫോർമേഷൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.
അതുപോലെ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ETF-ൻ്റെ ഒരു പോർട്ട്ഫോളിയോ കൂടെ ബിൽഡ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ കൊണ്ടുവരാം കേട്ടോ. മിക്കവർക്കും ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാവുമല്ലോ. ഇല്ലാത്തവർ നമ്മുടെ ഏഞ്ചൽ ഫണ്ടിൽ അക്കൗണ്ട് എടുക്കുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. കാരണം ഞാൻ ഇതുപോലുള്ള സ്റ്റഡികൾ കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ക്ലയൻ്റ് ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇത് അസസ് കിട്ടും. കാരണം ഇവിടെ ഒരു ഡെഡിക്കേറ്റഡ് ടീം തന്നെയുണ്ട് വാട്സപ്പിൽ ഇതുപോലുള്ള ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാനായിട്ട്. അത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെയാണ് ഷെയർ ചെയ്യുക. ഒരുപാട് ഇൻഫോർമേഷൻസ് അങ്ങനെ വരില്ല. വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്നത് ആണ് അയച്ചു തരിക കേട്ടോ. അത് പെട്ടെന്ന് കിട്ടും. അപ്പോൾ എല്ലാം നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ ആ ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. ഞാൻ പേഴ്സണലി അയച്ചു കൊടുക്കുമ്പോഴാണ് അവർക്കറിയാം ഇത് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നത് എന്ന് ക്ലയൻസിന് മനസ്സിലാകുക. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം നമ്മൾ വാട്സപ്പിൽ അയച്ചു കൊടുക്കും, ഈവൻ അത് വീഡിയോ ചെയ്തെങ്കിൽ പോലും. അപ്പോൾ നമുക്ക് ഒരുപാട് നല്ല ഇൻഫോർമേഷൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. Mutual fund investments are subject to market risks. Read all scheme-related documents carefully before investing. Past performance is not indicative of future performance.